ഇപ്പോൾ 2021 മോഡൽ അഡ്വഞ്ചർ 250 കമ്പനിക്കാരൻ്റെ വണ്ടിയാണ്, പുതുതായിട്ട് എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫെൻഡർ മാറ്റാനുള്ളൊരു പരിപാടിയാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഫെൻഡർ ഉണ്ടോ, ഇത് നമ്മുടെ എക്സ്പൾസിൻ്റെ അല്ലേ, എക്സ്പൾസിൻ്റെ ഫെൻഡറാണ്. ഇതതിൻ്റെ മുന്നിലേക്ക് കയറും. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ആദ്യം നമ്മൾ ഈ ഒരു സാധനം എടുത്ത് മാറ്റും. നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ട് അങ്ങനെ കയറ്റാനുള്ളൊരു പരിപാടിയാണ്. പുതിയ വണ്ടിയാണ്, കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ സൈലൻസർ കൂടിയിട്ട് അതിൻ്റെ ഒരു സൗണ്ട് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരാം. ഇതൊരു വീഡിയോയും ചെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ നമ്മളിത് വെക്കാൻ പോകണം. അപ്പോൾ അങ്ങനത്തെ എൽ ക്ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. എൽ ക്ലാമ്പ് നമ്മൾ ഏകദേശം ഈ ഒരു സൈസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 നട്ടും ബോൾട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളതും കറക്റ്റായിട്ട് കാണിച്ചു തരാം, എങ്ങനെ ഹോൾ ഇടുന്ന കറക്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളുടെ ഈ ഒരു ഇതിനെന്താ പറയുക, എന്താങ്കിളാണ് എൽ ക്ലാമ്പ്. അത് ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. നമ്മളെ മഡ്ഗാർഡ് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് മൗണ്ട് ചെയ്യും. ഈ 2 ലെഗിനും ഇതേമാതിരി വന്നിട്ട് ഇവിടെ നമ്മൾ മൗണ്ട് ചെയ്യും. മാക്സിമം ഒരു ഉറപ്പും കിട്ടും. പിന്നെ ഈ ഒരു ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂവിലും കൂടി നമ്മൾ സ്ക്രൂ ചെയ്തിടും. ഇത് 2 ഊരി എന്നിട്ട് ഈ ഹോൾസൊക്കെ ഒന്ന് വലുതായി കൊടുക്കുന്ന പരിപാടി കേട്ടോ. നമ്മൾ ഡ്രില്ലർ അടിച്ചു പോയി ഗൈസ്. അത് നേരെ ആക്കിക്കൊണ്ടിരിക്കുക, നേരെ ആകുമെന്നൊക്കെ തമ്പുരാനറിയാം. ഷോർട്ടായിട്ടും കട്ടായി പോയാ പയർ ചെയ്യാൻ പറ്റുമോട്ടെ. അല്ല വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളങ്ങനെ ശരിയാക്കി എടുത്തു കേട്ടോ. എപ്പോഴാണ് പൊട്ടിത്തെറിക്കാനേ പറയാൻ പറ്റില്ല. എന്തായാലും നോക്കട്ടെ ബാക്കി എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളിത് അതിന് ഡ്രിൽ ചെയ്യാൻ പോകും കേട്ടോ മഡ്ഗാർഡ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ക്ലാമ്പ് നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് വലുതാക്കി. ഇത് 2 നമ്മുടെ ഫോർക്കിൻ്റെ ഭാഗത്തേക്ക് കയറിക്കുന്നത്. ഫോർക്കിൻ്റെ സൈഡിൽ ആ ഒരു പിടുത്തല്ലേ നേരത്തെ കാണിച്ചത്, അവിടേക്ക് കയറിക്കും. ഈ ഒരു ഹോളാണ് നമ്മളിവിടെ സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ. കാണിച്ചു തരാം, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കാണിച്ചു കേട്ടോ. സൈഡാക്കി വെച്ചിട്ടില്ല, സ്റ്റോക്ക് മഡ്ഗാർഡ് കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലാമ്പ് ഈ ഒരു കോലത്തിൽ നമ്മളിത് ക്ലാമ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ആണിട്ടിട്ട് സെറ്റാക്കിയാണ്. നമ്മളിവിടെ നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. ഇതേമാതിരി നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യും. ഈ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ഒരു ആംഗിളാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് കയറ്റിടുന്നത്. ഇവിടെയും ഇപ്പോൾ നമ്മളത് അവിടെ ഒരു ക്ലാമ്പ് എക്സ്ട്രാ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഇതേമാതിരി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഈ ഗ്യാപ്പിങ്ങിൻ്റെ ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിനുള്ളിൽ കയറ്റിയിടുന്ന പരിപാടിയുള്ളൂ. അതിന് നമ്മൾ ഇടയ്ക്ക് സ്ക്രൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കിയിടും. ഈ ഒരു ഗ്യാപ്പിൽ ഇറക്കിയിട്ടാലും ഈ ഫോർക്ക് ലൂസായി പോകില്ല. എന്ന് വെച്ചാൽ അത്രയും അതിന് തിക്നെസ് ഉള്ളൂ. ഞങ്ങൾ എടുത്ത ക്ലാമ്പിന് എന്തെങ്കിലും എൽ ക്ലാമ്പ് എന്ന് പറയുന്നത്, എൽ ക്ലാമ്പ് കണ്ടോ, ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക 2mm അങ്ങനെ എന്തോന്നാ പറയാൻ തോന്നുന്നുണ്ട്. ആ ഒരു തിക്നെസ് ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്ക്രൂ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആ ഫെൻഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടോ കറക്റ്റായിട്ട് സെൻബം വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് തന്നെ കണ്ട അപ്പോൾ തന്നെ മാറി, ബൾക്കിയായി. അപ്പോൾ സൈഡിലത്തെ ഒരു ലുക്കൊക്കെ ഇതാണ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഹൈറ്റ് കണ്ടില്ലേ, ഡിസ്റ്റൻസ് അത്യാവശ്യം ഉണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ ഇടയിലും ഡിസ്റ്റൻസ് ഉണ്ട്. ആട്ടവും ഇല്ല കണ്ടില്ലേ. നമ്മൾ ചെയ്തേക്കുന്ന അടിഭാഗത ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അടി നോക്കുമ്പോൾ കുറച്ച് ബോറൊക്കെ തോന്നും. പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ലെങ്ത്ത് വരുന്ന നട്ടും ബോൾട്ടൊക്കെ യൂസ് ചെയ്യാൻ ഇതിന് വൃത്തിയിൽ നിൽക്കും. അതേമാതിരി നമ്മുടെ സ്റ്റോക്ക് മഡ്ഗാർഡ് നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കോട്ടുള്ള എഞ്ചിൻ സൈഡിലേക്കും തെറിക്കില്ല, മേത്തേക്കൊന്നും തെറിക്കാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള്. ഇത് എക്സ്പൾസിൻ്റെ ഫെൻഡറാണ്. ലുക്ക് ഉണ്ടല്ലേ, ഇളക്കവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെൻഡറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ ഓഫ് റോഡിലൊക്കെ ചെറിയ വലിയ ഇളക്കവും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ക്ലാമ്പ് അത്യാവശ്യം തിക്നെസ് ഉള്ളതിനോട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ലേ, ഇളക്കവും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെൻഡറിന് വരുന്നത് ഏകദേശം 510 രൂപയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ക്ലാമ്പിന് ഏകദേശം ഒരു 20-30 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ നട്ടും ബോൾട്ടും അതും ഈ പറഞ്ഞ മാതിരി ഒരു 50 ഉള്ളിൽ, എല്ലാം കൂടി ഒരു 600 രൂപയുടെ ഉള്ളിൽ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രില്ലർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം.